തൊണ്ടയിൽ ഒരു മുഴ വളരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഡോക്ടറെ കാണും. തൈറോയ്ഡ് രോഗമെന്നാൽ ശരാശരി മലയാളികളുടെ ചിന്ത ഗോയിറ്റർ അഥവാ തൊണ്ടമുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. പ്രധാനപ്പെട്ട തൈറോയ്ഡ് രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോയിറ്റർ, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡൈറ്റിസ്, തൈറോയ്ഡ് ക്യാൻസർ എന്നിവയാണ് പ്രധാനപ്പെട്ട തൈറോയ്ഡ് രോഗങ്ങൾ. നമ്മളെല്ലാവർക്കും പരിചിതമായിട്ടുള്ള തൈറോയ്ഡ് രോഗങ്ങളിലൊന്നാണ് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി പ്രകടമായ രീതിയിൽ വലിപ്പം വയ്ക്കുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും ഗോയിറ്റർ കണ്ടേക്കാം. കൂടാതെ ഹോർമോൺ നിർമ്മാണ രാസപ്രക്രിയയിൽ ചില എൻസൈമുകളുടെ അഭാവം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, അയഡിൻ്റെ അപര്യാപ്തത ഇതെല്ലാം ഗോയിറ്ററിന് കാരണമാകാം. അയഡിൻ്റെ അഭാവം മൂലമുള്ള ഗോയിറ്റർ പൊതുവെ മലമ്പ്രദേശങ്ങളിൽ കൂടുതലായും തീരപ്രദേശത്ത് കുറവായിട്ടുമാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉപ്പിലെല്ലാം അയഡിൻ നിശ്ചിത അളവിൽ ചേർത്തിരിക്കുന്നതിനാൽ അയഡിൻ അപര്യാപ്തത ഇപ്പോൾ കുറവാണ്. ഗോയിറ്റർ പോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചാലുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിനെ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോടോക്സിക്കോസിസ് എന്ന് പറയാറുണ്ട്. 20നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളിലാണ് ഈ രോഗം ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ആകെ വീങ്ങി ആവശ്യത്തിലേറെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രോഗമാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രധാന കാരണം. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ചെറുമുഴകളും ചെറിയ തോതിൽ കാരണമാകാറുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലം ഹോർമോണുകൾ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ ആൻറ്റിബോഡികൾ രൂപപ്പെടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഹാഷിമോട്ടസ് തൈറോയിഡൈറ്റിസ്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർവീക്കമുണ്ടാകുന്ന അവസ്ഥയാണിത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സാധാരണ കാരണമാണ് ഈ രോഗം. ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് പ്രായമേറിയ സ്ത്രീകളിലാണ്. ധാതു രൂപത്തിലുള്ള അയഡിൻ്റെ അഭാവം, ഒരു ട്യൂമറിൻ്റെ സാന്നിധ്യം കൊണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ക്ഷതമുണ്ടാകുന്നത് എന്നിവയും അപൂർവമായിട്ട് കാരണമാകാറുണ്ട്. ഇനി അടുത്തത് തൈറോയിഡൈറ്റിസ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കോശങ്ങൾക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡൈറ്റിസ് എന്നറിയപ്പെടുന്നത്. കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തൈറോയിഡൈറ്റിസ് 4 വിഭാഗമുണ്ട്. അതിൽ ആദ്യത്തേത് കുറച്ച് മുൻപ് പറഞ്ഞ ഹാഷിമോട്ടസ് തൈറോയിഡൈറ്റിസ് ആണ്. അടുത്തത് സബ് അക്യൂട്ട് തൈറോയിഡൈറ്റിസ് ആണ്. അത് വൈറൽ അണുബാധ മൂലമുണ്ടാകുന്ന രോഗമാണ്. അടുത്തത് അക്യൂട്ട് തൈറോയിഡൈറ്റിസ് ആണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ മൂലം അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അടുത്തത് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് ആണ്. പ്രസവശേഷം സ്ത്രീകളിൽ തൈറോയിഡ് ഹോർമോൺ അളവിന് വ്യതിയാനം ഉണ്ടാകുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ്. പലപ്പോഴും ചികിത്സ കൂടാതെ ഭേദമാകുമെങ്കിലും ഹോർമോൺ വ്യതിയാനങ്ങൾ ഇവരിൽ വീണ്ടും വരാനിടയുണ്ട്. ഒരിക്കൽ ഈ രോഗം വന്നിട്ടുള്ളവർ, പ്രത്യേകിച്ചും വീണ്ടും ഗർഭം ധരിക്കുന്നതിന് മുൻപ് നിർബന്ധമായും തൈറോയിഡ് ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്യണം. ഇനി അടുത്തത് തൈറോയിഡ് ക്യാൻസർ ആണ്. വളരെ ചുരുക്കമായി കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് തൈറോയിഡ് ക്യാൻസർ. മുമ്പേ ഉള്ള രോഗനിർണയത്തിലൂടെ 95% രോഗികളെയും സുഖപ്പെടുത്താം. സ്ത്രീകളിലാണ് തൈറോയിഡ് ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. തൈറോയിഡ് ക്യാൻസർ പലവിധമുണ്ട്. പാപ്പിലറി കാർസിനോമ, ഫോളിക്കുലാർ കാർസിനോമ, മെഡുലറി കാർസിനോമ, അനാപ്ലാസ്റ്റിക് കാർസിനോമ, ലിംഫോമ എന്നിങ്ങനെ. ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ബാല്യകാലത്ത് റേഡിയേഷൻ ഏൽക്കുന്നത്, അയഡിൻ കുറവുള്ള ആഹാരം കഴിക്കുന്നത്, പിന്നെ പാരമ്പര്യം, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കമുണ്ടാകുന്നത് എന്നിവയാണ്. അപൂർവമായിട്ട് മെഡുലറി കാർസിനോമ പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട്. മിക്ക തൈറോയ്ഡ് രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലമാണ് വരുന്നത്. സ്ത്രീകളിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലമുള്ള രോഗങ്ങൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ കാരണം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഏകദേശം 11-12 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകും. ആർത്തവം കൃത്യമായി വരുന്ന സമയത്ത് അത് സാധാരണ നിലയിലാകും. കൗമാരത്തിൽ ആർത്തവ പ്രശ്നങ്ങളോ മറ്റ് തൈറോയ്ഡ് പ്രശ്നങ്ങളോ കണ്ടാൽ നിസ്സാരമാക്കരുത്. ആർത്തവം വൈകിയാലും ശ്രദ്ധിക്കണം. നിർബന്ധമായും രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് പരിശോധിച്ചറിയണം. വർഷത്തിൽ 1 തവണ തൈറോയ്ഡ് പരിശോധിപ്പിക്കണം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അയഡിൻ അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും.